ഹായ് എവരിവൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും റെസിനേറ്റ് ആവുമോ എന്നറിയില്ല. റെസിനേറ്റ് ആവുന്നവർ എടുക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നാണ് നോക്കുന്നത്. ബോട്ടം വന്നിട്ടുള്ളത് ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇതൊരു മേജർ ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നല്ല സമയം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു ലക്കി കാർഡാണ്. എന്തിനും തയ്യാറെടുക്കാനാണ് പറയുന്നത്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എയ്സ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്നേഹമാണ്. അവർക്ക് നിങ്ങളോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് സ്നേഹം വരുന്നത്. നിങ്ങളുമായുള്ള ബന്ധം നിലനിർത്തി പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ് ആ ആൾ. ഈ ജീവിതം പിന്തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു ജെന്യൂൻ പേഴ്സൺ ആണെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. ഒരു സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണെന്നാണ് കാണിക്കുന്നത്. പാസ്റ്റിൽ നിന്നും വന്ന ഒരു റിലേഷൻഷിപ്പാണത്. അപ്പം നിങ്ങൾ മുൻജന്മങ്ങളിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിട്ട് പിരിയാൻ കഴിയാത്ത ഒരു അവസ്ഥയുള്ളത്. അപ്പോൾ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ എന്തൊക്കെയോ പഴയ ഓർമ്മകളൊക്കെ വരുന്നത് മാതിരി തോന്നുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഉള്ള ഒരു ജീവിതമാണ് അവർ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിലുള്ള പിന്നെ സ്നേഹിച്ച വ്യക്തികൾ തമ്മിൽ പിരിഞ്ഞിട്ട് ഇപ്പോൾ പഴയ ഓർമ്മകളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലായതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ ഇപ്പോൾ അവരെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ട് പഴയ ഓർമ്മകൾ ഇപ്പോൾ ഒരുമിച്ച് നടന്നത്, ഒരുമിച്ച് കളിച്ചത്, ചിരിച്ചത്, സംസാരിച്ചതൊക്കെ ഓർമ്മിച്ച് അവർ ഇപ്പോൾ വിഷമിക്കുകയാണ്. ഒരു സെവൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇയാൾ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇയാൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് കൺഫ്യൂസ്ഡ് ആണ്, എന്താ ചെയ്യേണ്ടത്, കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ലവ് അത് ശരിക്കുള്ള ലവ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വെറുതെ ഒരു അട്രാക്ഷൻ മാത്രമാണോ എന്നൊക്കെയാണ് അപ്പോൾ അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ആളാണെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ സ്നേഹം ഉണ്ടെങ്കിലും കൂടിയിട്ട് അത് അയാൾ ഒരു മൈൻഡ് സെറ്റിലേക്ക് എടുക്കുന്നില്ല, എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ബന്ധം അയാൾക്ക് കിട്ടുമോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഫിനാൻഷ്യലി നിങ്ങളുടെയും അവരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനത്തെയൊക്കെ ചിന്ത വരുന്നത്. ഒരു ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരെ നന്നായി പ്രൊട്ടക്റ്റ് നോക്കിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഒരു മദർ ഫിഗറിനെ പോലെ, ഒരു അമ്മ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കുക അതേപോലെ നിങ്ങൾ സ്നേഹിക്കുക. അല്ലെങ്കിൽ അവരുടെ മക്കളുടെ അമ്മയാകാൻ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് രണ്ട് രീതിയിലും എടുക്കാം, അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾ കെയർ അവർക്ക് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞുങ്ങളെപ്പോലെ സ്നേഹം അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ അവർക്ക് ഓർമ്മ വരുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഈ ആൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാം പറയാതെ തന്നെ ഇയാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് കെയറിങ്ങും സപ്പോർട്ടും എല്ലാം അവർക്ക് കിട്ടിയത് കൊണ്ട് അവർ ആ ഓർമ്മയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സെവൻ ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സെവൻ ഓഫ് സോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ചീറ്റിംഗ് എനർജിയാണ്.
പാസ്റ്റിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത കാര്യമോർത്ത് അവർക്ക് ഒരുപാട് വിഷമമുണ്ട്. ചിലപ്പോൾ അത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലരും ചോദിക്കും, തേർഡ് പാർട്ടി ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ തേർഡ് പാർട്ടി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് തടസ്സമായി നിൽക്കുന്ന എന്തും ഒരു തേർഡ് പാർട്ടി ആവാൻ സാധ്യതയുണ്ട്. എന്താണ് ഇപ്പം ചിലപ്പോൾ പാരൻസ് ആവും, ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ, ചിലപ്പോൾ വേറെ സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥ, തീരെ സംസാരിക്കാനും മിണ്ടാനും പറ്റാത്ത അവസ്ഥ, ചിലപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പ്, ഏത് രീതിയിലും തേർഡ് പാർട്ടി എടുക്കാം. അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഇല്ലാണ്ടായി പോയത്. അതിൽ അവർക്ക് ഒരുപാട് വിഷമമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു 3 years old എനർജി വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലായതുകൊണ്ട് അവർക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയെ വിട്ടിട്ട് പോയായിരിക്കും, ചിലപ്പോൾ അവർ നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കുക. ചിലപ്പോൾ ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കും, അത് എൻഡായി എന്നാണ് കാണുന്നത്. അപ്പോഴാണ് അവർ ചെയ്ത തെറ്റിൻ്റെ ഫലങ്ങൾ അവർക്ക് മനസ്സിലാകുന്നത്. എൻഡായപ്പോൾ ഇത് തെറ്റാണെന്നുള്ള തോന്നൽ അവർക്ക് ഇപ്പോഴാണ് വന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചത് അവർക്ക് അപ്പോൾ വളരെ വിഷമമായിട്ടാണ് കാണുന്നത്. ഒരു 4 years old എനർജി വന്നിട്ടുണ്ട്. ഇത് അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് വിട്ടു പോകുന്നില്ല. എന്ത് തന്നെ മറക്കാൻ ശ്രമിച്ചാലും അവർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മിച്ച് അവർ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങൾ, നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം സന്തോഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി പ്ലാൻ ചെയ്തായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഓർത്തിട്ട് അവർക്ക് സന്തോഷിക്കാനും കഴിയുന്നില്ല, മുന്നോട്ട് നല്ലൊരു ജീവിതം ജീവിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അത് ഓർത്ത് വിഷമിച്ച് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 9 years old എനർജി വന്നിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളുമായി ഒരുപാട് വഴക്കിട്ടിട്ടുണ്ടാവും, വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാൻ പറ്റുന്നില്ലെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ഓർത്ത് ചിന്തിച്ച് കരയുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ട് നിങ്ങൾ മനസ്സ് തകർന്ന് നിങ്ങളായിരിക്കും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും അകന്നു മാറിയത്. ഒരു കിങ് ഓഫ് സോർഡ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ശക്തമായ എതിർപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശക്തമായ പെയിൻ കൊടുക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതൊരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച, നിങ്ങൾക്ക് മാത്രം കിട്ടണമെന്ന് വിചാരിച്ച ഏതൊരു വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തിയുമായുള്ള ഒരു ഗ്രോത്ത് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അതാണിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് കാണുന്നത്. ഒരു 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ എനർജി തേർഡ് പാർട്ടി ആണെന്നാണ് കാണുന്നത്. നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന സ്നേഹം, അപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം നിങ്ങളെ മൈൻഡ് ചെയ്യാത്തതിൽ അവരിപ്പോൾ വിഷമിക്കുക. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് പൈസ കിട്ടണമെന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തേർഡ് പാർട്ടിക്ക് അവരോട് ഒരു ഇമോഷനും ഇല്ലെന്നാണ് കാണുന്നത്. ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അവർക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അപ്പോൾ വളരെയധികം സന്തോഷമാണെന്നാണ് തോന്നുന്നത്. നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫിസിക്കൽ റിലേഷനെല്ലാം അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസവും നിങ്ങൾ കൊടുത്ത പ്രണയവും നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളെക്കുറിച്ചും
ഓർത്ത് ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിങ്ങും ഒരു ടൈംലെസ് റീഡിങ്ങുമാണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസൊനേറ്റ് ആവുന്നതായിരിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു.